സമൂഹമായി ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവൽ സർവ്വസാധാരണമാണ്. എല്ലാവരുടെ പ്രവർത്തനങ്ങളും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യർക്കിടയിൽ വാക്കുതർക്കങ്ങളും അതുപോലെ കയ്യാങ്കളിയും പരസ്പരമുള്ള നീതിനിഷേധങ്ങളും അക്രമ സംഭവങ്ങളുമെല്ലാം സാധാരണ സംഭവിച്ചേക്കും. ഇങ്ങനെ സംഭവിക്കുന്ന ഏത് നീതിനിഷേധങ്ങളാണെങ്കിലും അക്രമങ്ങളാണെങ്കിലും ഇതെല്ലാം നാളെ പരലോകത്ത് കണക്ക് ചോദിക്കപ്പെടുകയും അവിടെ വെച്ചുകൊണ്ട് എല്ലാവർക്കും അവകാശവും നീതിയും വാങ്ങിക്കൊടുക്കുകയും ചെയ്യുമെന്നത് ഇസ്ലാമിൻ്റെ അധ്യാപനമാണ്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നൽ ളുൽമ ളുലുമാത്തു യൗമിൽ ഖിയാമ. ഇവിടെ വെച്ചുകൊണ്ട് നടക്കുന്ന എല്ലാ ഉപദ്രവകരമായ അക്രമകരമായ കാര്യങ്ങളും പരലോകത്താണ് അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരിക. ഈ ലോകത്ത് മറ്റുള്ള ജീവികൾ, കാട്ടുജീവികളും അതുപോലത്തെ മറ്റുള്ള മിണ്ടാപ്രാണികളും അവർക്കിടയിലുണ്ടായ അനീതികൾ പോലും നീതിനിഷേധങ്ങൾ പോലും നാളെ പരലോകത്ത് കണക്ക് ചോദിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്ന ഹദീസിലുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നൊരു ഹദീസ് കാണാം, ലതുഅദ്ദന്നൽ ഹുഖൂഖു ഇലാ അഹ്ലിഹാ യൗമൽ ഖിയാമ. അവകാശം നിഷേധിക്കപ്പെട്ടവർക്കെല്ലാം ആ അവകാശങ്ങളെ നാളെ പരലോകത്ത് നൽകപ്പെടുന്നതാണ്. ഹത്താ യുഖാദലി ഷാത്തിൽ ജൽഹാഇ മിനശാത്തിൽ ഖർനാ. കൊമ്പുള്ള ആടിൽ നിന്ന് കൊമ്പില്ലാത്ത ആടിന് വരെ അവകാശം വാങ്ങിക്കൊടുക്കും. കൊമ്പുള്ള ഒരാട് ഈ ഭൂമുഖത്ത് വെച്ചുകൊണ്ട് കൊമ്പില്ലാത്ത ആടിനെ കുത്തിയിട്ടുണ്ട് എങ്കിൽ പകരമായി കൊമ്പില്ലാത്ത ആടിന് അവിടെ വെച്ച് കൊമ്പ് കൊടുക്കുകയും കൊമ്പുണ്ടായിരുന്ന ആടിനെ കൊമ്പ് ഇല്ലായ്മ ചെയ്തിട്ട് പ്രതികാരം നടപ്പാക്കപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. ഇമാം മുസ്ലിം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്, ഹാദാ തസ്രീഹും ബി ഹശ്രിൽ ബഹായിമി യൗമൽ ഖിയാമത്തി വ ഇആദതിഹാ. മിണ്ടാപ്രാണികൾക്ക് നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടൽ ഉണ്ടാകുമെന്നും അവരെ പരലോകത്ത് നഷ്ടപരിഹാരം നൽകാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നുമാണ് ഈ ഹദീസ് വ്യക്തമാക്കുന്നത്. കമാ യുആദു അഹ്ലു തക്ലീഫി മിനൽ ആദമിയീൻ. മനുഷ്യരിൽ നിന്നുള്ള പ്രായപൂർത്തിയും ബുദ്ധിയുമെത്തിയ അള്ളാഹുവിന്റെ നിയമങ്ങളെല്ലാം ബാധകമായ ആളുകളെ നാളെ പരലോകത്ത് നഷ്ടപരിഹാരം നൽകാൻ വേണ്ടിയിട്ടും പ്രതികാരക്രിയക്ക് വേണ്ടിയിട്ടും ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് പോലെ വിശുദ്ധമായ ഖുർആനും ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. വഇദൽ വുഹൂഷു ഹുശറത്ത്. സൂറത്തു തക്വീറിലെ ഒരു ആയത്താണല്ലോ. കാട്ടുജീവികളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം എന്ന് അന്ത്യനാളിനെ സംബന്ധിച്ച് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിയമങ്ങളൊന്നും ബാധകമല്ലാത്ത ആട് മാട് പോലത്തെ നാക്കാലികളും അതുപോലത്തെ വന്യജീവികളുമെല്ലാം ഇവിടെ വെച്ചുകൊണ്ട് മറ്റുള്ളവയെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ എന്തിനാണ് അവരോട് നഷ്ടം ചോദിക്കുന്നത്, എന്തിനാണ് അവരോട് പ്രതികാരം ചെയ്യപ്പെടുന്നത് എന്ന സ്വാഭാവികമായൊരു സംശയമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമുകൾ ഈ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് പറയുന്നത്, ഇന്നല്ലാഹ ഫഅലുൽ ലിമാ യശാ. അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്തും ചെയ്യുന്നവനാണ്. അവൻ്റെ പ്രവർത്തനങ്ങളെ ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല. എന്നാൽ ഇവിടെ വെച്ചുകൊണ്ട് നിയമങ്ങളൊന്നും ബാധകമായിട്ടില്ലാത്ത മിണ്ടാപ്രാണികൾക്ക് പോലും പ്രതികാര നടപടികൾ അവിടെ എടുക്കുന്നത് അല്ലാഹു തആലാന്റെ അടിമകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇഅ്ലാമുൽ ഇബാദി ബി അന്നൽ ഹുഖൂഖ ലാ തളീഅ്. ഒരാളെ അവകാശവും നാളെ പാഴായി പോവുകയില്ല. എല്ലാ നഷ്ടപ്പെട്ട അവകാശങ്ങളും തിരിച്ചേൽപ്പിക്കുന്ന നാളാണ് വരാൻ പോകുന്നത് എന്ന് അല്ലാഹു തആലാന്റെ അടിമകളാകുന്ന മനുഷ്യന്മാരെ പഠിപ്പിക്കുക എന്ന യുക്തിയാണ് ഈ മൃഗങ്ങളെയും അതുപോലെ മറ്റുള്ള മിണ്ടാപ്രാണികളെയും ഒരുമിച്ച് കൂട്ടി അവരിൽ നിന്ന് അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാമുകൾ രേഖപ്പെടുത്തുന്നത്. ചുരുക്കത്തിൽ ഇവിടെ വെച്ചുകൊണ്ട് എന്ത് തന്നെ അനീതി ആരെ ഭാഗത്തിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിലും അതിനെല്ലാം നഷ്ടപരിഹാരം നൽകേണ്ട ദിവസമാണ് അന്ത്യനാള്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ വിജയം വരിക്കുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.